മോളെ. അവൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു. ജീവിതം ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല കുട്ടി. അനന്യ അവരെ നോക്കി. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും മാറും. ജാനുമ്മ കണ്ണുകളിൽ അനുഭവത്തിൻ്റെ ആഴമുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മനസ്സ് നേടുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവനോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറണം നീ. അനന്യ ശ്രദ്ധയോടെ കേട്ടിരുന്നു. നീ അല്പം വിട്ടുവീഴ്ച ചെയ്യണം. ബാക്കി കാര്യങ്ങൾ സമയം കൊണ്ട് ശരിയായിക്കോളും. ജാനുമ്മ അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. എന്നെ നിന്റെ അമ്മയെപ്പോലെ കരുതിയാൽ മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നന്നാകാൻ വേണ്ടിയാണ്, ജാനുമ്മ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. ഒരു ദിവസം ആദിത്യൻ നിന്നെ മനസ്സിലാക്കും, നിന്നെ സ്നേഹിക്കും, നിന്റെ പഠനം തുടരാൻ അവൻ അനുവദിക്കും. അവർ ഉറപ്പോടെ അവളോടായി പറഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരാം. അനന്യ ഒന്നും പറയാതെ തലയാട്ടി. അല്പസമയത്തിന് ശേഷം ജാനമ്മയും ദേവദത്തനും യാത്ര പറയാൻ ഹാളിലേക്ക് വന്നു. ആദിത്യ, ദേവച്ചൻ അവനെ വിളിച്ചു. ഞങ്ങൾ പോവുകയാണ്. അല്പസമയം നിശബ്ദക്ക് കൂട്ടിനായി നിന്ന ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനന്യെ ശ്രദ്ധിക്കണം നീ. ആദിത്യൻ പരിഹാസത്തോടെ ചിരിച്ചു. അച്ഛൻ എത്ര പറഞ്ഞാലും ഞാൻ അവളെ സ്വീകരിക്കില്ല. അവൻ്റെ മറുപടി കേട്ട് ദേവദത്തൻ തല കുലുക്കി. ജീവിക്കണമോ വേണ്ടയോ എന്നത് നിന്റെ തീരുമാനമാണ് ആദി, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. പക്ഷെ വീട്ടിലൊരാളുണ്ടെങ്കിൽ നിനക്കും സൗകര്യമാകും. ആ വാക്കുകൾ കേട്ടതും ആദിത്യൻ്റെ ദേഷ്യം ഇരട്ടിയായി. അപ്പോൾ ശമ്പളമില്ലാത്ത ഒരു വേലക്കാരിയായിട്ടാണോ അവളെ ഞാൻ ഇവിടെ നിർത്തി പോകേണ്ടത്? അവൻ ആക്രോശിച്ചു. ദേവദത്തൻ പുഞ്ചിരിച്ചു. ഭാര്യയായി കണ്ടാൽ മതി, ഭാര്യ എന്ന സ്ഥാനം മാത്രം. ഒരു നിമിഷം നിർത്തി അദ്ദേഹം തുടർന്നു. വേലക്കാരിയായി കണ്ടാൽ വേലക്കാരി, ആദിത്യൻ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു. അവസാന വാക്കുകളും പറഞ്ഞ് ദേവദത്തനും ജാനമ്മയും പുറത്തേക്കിറങ്ങി. അവരുടെ കാർ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകന്നു പോകുന്നത് വരെ ആദിത്യൻ അവിടെ തന്നെ നിന്നു. പിന്നീട് വാതിലടച്ച് അകത്തേക്ക് കയറി. ഹാളിൻ്റെ ഒരു മൂലയിൽ നിശബ്ദയായിരിക്കുന്ന അനന്യയെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വീണ്ടും മുറുകി. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, തണുത്ത ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇന്ന് തിരികെ വരില്ല. അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു. വാതിൽ അടയുന്ന ശബ്ദം വീട്ടിലാകെ മുഴങ്ങി. അനന്യ പതുക്കെ നിലത്തേക്കിരുന്നു. വിധി തൻ്റെ ജീവിതത്തെ ഇത്ര ക്രൂരമായി പരീക്ഷിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. കണ്ണുനീർ കവളിലൂടെ ഒഴുകി. ആ വലിയ വീട്ടിലെ ഒരു ചെറിയ കോണിൽ തികച്ചും ഒറ്റപ്പെട്ടവളായി തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളുമായി അവൾ നിശബ്ദതയിലൂടെ ഇരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദിത്യൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. മുഖമാകെ വലിഞ്ഞു മുറുകി, കണ്ണുകളിൽ കത്തിയെരിയുന്ന തീ. അവൻ്റെ ഓരോ ചുവടിലും അടക്കി വെച്ച ക്രോധത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ പോലും ആദിത്യൻ ഒരു നോട്ടം മതി ഓഫീസിലെ ജീവനക്കാർ നെഞ്ചിടിപ്പ് കൂട്ടാൻ. പക്ഷേ ഇന്ന് അവൻ്റെ ഭാവം മറ്റൊന്നായിരുന്നു. ആശുപത്രിയുടെ കവാടം കടന്ന നിമിഷം മുതൽ അവിടെയുണ്ടായിരുന്നവർ പരസ്പരം നോക്കി. ആരും ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കാൻ പോലും ഭയമായിരുന്നു. കാരണം ആദിത്യൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നത് കൊടുങ്കാറ്റിന് മുൻപുള്ള ആകാശത്തിൻ്റെ ഭീകരതയായിരുന്നു. അവൻ്റെ മുന്നിൽപ്പെട്ട ഓരോരുത്തരെയും തീക്ഷ്ണമായ കണ്ണുകളാൽ ചുട്ടരിക്കുമെന്ന പോലെ നോക്കിക്കൊണ്ടാണ് അവൻ തൻ്റെ ക്യാബിലേക്ക് കടന്നു കയറിയത് തന്നെ. എന്താ ബോസിനെന്ന് ഒരു ജീവനക്കാരൻ പതിയെ ചോദിച്ചു. രാവിലെ മുതൽ മുഖം കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. ആരുടെയൊക്കെ ജോലി ഇന്ന് തെറിക്കും, മറ്റൊരാൾ ശബ്ദത്തിൽ താഴ്ത്തി പറഞ്ഞു. അവരുടെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെയായിരുന്നു പിന്നീട് നടന്നതും. ക്യാബിലേക്ക് കയറി ആദിത്യൻ കസേരയിലേക്ക് അമർന്നിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി താൻ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അവനെ CCTV ദൃശ്യങ്ങളിലേക്ക് നയിച്ചു. ഒന്നൊന്നായി ദൃശ്യങ്ങൾ മുന്നിലൂടെ നീങ്ങിക്കൊണ്ടേയിരുന്നു. ജോലി സമയത്ത് കൂട്ടം കൂടി ചിരിക്കുന്ന ജീവനക്കാർ, തമാശകൾ പറഞ്ഞ് സമയം കളയുന്നവർ, ചായ കുടിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവർ. എല്ലാവരുടെയും മുഖം അവൻ ശ്രദ്ധാപൂർവം നോക്കി. അല്പസമയത്തിനകം അവരുടെ പേരുകൾ അവൻ ഒരു പേപ്പറിൽ കുറിച്ചെടുത്തു. ശേഷം എല്ലാവരെയും തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ഭയന്നുകൊണ്ടാണ് ഓരോരുത്തരും അകത്തേക്ക് കയറി. ആദിത്യനൊന്നും ചോദിച്ചില്ല. ഒരു വിശദീകരണത്തിനും അവസരം നൽകിയില്ല. മേശപ്പുറത്തിരുന്ന കത്തുകൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് നീട്ടി. റെസിഗ്നേഷൻ ലെറ്റർ. അത് കണ്ടതും എല്ലാവരുടെയും മുഖത്തെ നിറമെല്ലാം മാഞ്ഞുപോയി. സർ, ഒരാൾ വിറയുന്ന ശബ്ദത്തിൽ വിളിച്ചു. ഞാൻ ദിവസം കൃത്യസമയത്ത് ജോലിക്ക് വരാറുണ്ട്. എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായി ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ ശിക്ഷ?
ആദിത്യനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായി. CCTV ക്യാമറ അവർ ചെയ്തതെല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം സാർ, ഒരാൾ കൈകൾ കൂപ്പി. ഇനി ഒരിക്കലും ജോലി സമയത്ത് ഇങ്ങനെ സംസാരിക്കില്ല. ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കുടുംബം വഴിയാധാരമാകും. അവരുടെ അപേക്ഷകൾ നിശബ്ദനായി കേട്ടുനിന്ന ആദിത്യൻ ഒടുവിൽ സംസാരിച്ചു. ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്. അവൻ്റെ ശബ്ദം മഞ്ഞുപോലെ തണുത്തിരുന്നു. ഇനി ഒരിക്കൽ കൂടി ജോലി സമയത്ത് സമയം കളയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അന്നേ ദിവസം നിങ്ങൾക്ക് സ്ഥാപനത്തിൽ സ്ഥാനമുണ്ടാകില്ല. ഒരു നിമിഷം നിർത്തി അവൻ തുടർന്നു. കത്തുകൾ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകാം. അത് കേട്ടതും എല്ലാവർക്കും ജീവൻ തിരികെ കിട്ടിയതുപോലെ തോന്നി. അവർ വേഗത്തിൽ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. പക്ഷേ ആദിത്യൻ്റെ മനസ്സിൽ മാത്രം കൊടുങ്കാറ്റ് ശമിച്ചിരുന്നില്ല. ഫയലുകൾ മുന്നിലുണ്ടായിരുന്ന ജോലികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ശ്രദ്ധ ഒന്നിലും പതിഞ്ഞില്ല. കാരണം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഒരേ മുഖം കടന്നു വന്നു. അനന്യ അവസാനമായി കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി നിന്ന അനന്യയുടെ മുഖം, ആ കണ്ണുകൾ, ആ വേദന, ആ നിസ്സഹായത, അവയെല്ലാം വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിനെ കീറിമുറിച്ചു. അവൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം ആ സമയം ആ വലിയ സ്വകാര്യ ആശുപത്രിയുടെ ഇടനാഴിയിൽ മുഴങ്ങുന്ന കരച്ചിലുകളും ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ മുഖങ്ങൾ. അവിടെയുണ്ടായിരുന്ന ദുരിതങ്ങളുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു നേരം മുമ്പ് നടന്ന ഭീകരമായ വാഹനാപകടം. അപകടത്തിൽപ്പെട്ട വാനിലുണ്ടായിരുന്ന 10ഓളം പേർ ഗുരുതരാവസ്ഥയിൽ. 4 പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. മറ്റുള്ളവർ ജീവന് വേണ്ടി പോരാടി. പക്ഷേ ആശുപത്രിയിൽ അധികൃതരുടെ ശ്രദ്ധ അവരുടെ ജീവനിലായിരുന്നില്ല, പണത്തിലായിരുന്നു. സർ, ദയവായി ചികിത്സ തുടങ്ങൂ, ഒരു യുവാവ് കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് അവരോടായി പറഞ്ഞു. പണം ഞങ്ങൾ അടച്ചു തീർക്കാം. ഇപ്പോൾ ഇവരുടെ ജീവൻ രക്ഷിക്കണം, പ്ലീസ് സർ. പക്ഷേ റിസപ്ഷനിൽ നേഴ്സ് മുഖം തിരിച്ചു. അഡ്വാൻസ് അടച്ചിട്ടില്ല നിങ്ങൾ, അവൾ കർക്കശമായി പറഞ്ഞു. പണമില്ലാതെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യരെ നോക്കിയിട്ടും അവരുടെ മനസ്സ് അലിഞ്ഞില്ല. അപ്പോഴാണ് കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് തൂക്കിയിട്ട് വേഗത്തിൽ നടന്ന ഒരു യുവ ഡോക്ടർ അങ്ങോട്ട് വന്നത്. ഡോക്ടർ ആദിത്യ. രക്തത്തിൽ മുങ്ങി ജീവന് വേണ്ടി പിടയുന്ന ആളുകളെ കണ്ടതും അവൻ്റെ മുഖഭാവം മാറി. ഇവരെ എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്യാത്തത് നിങ്ങൾ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. നേഴ്സ് ഭയത്തോടെ മറുപടി പറഞ്ഞു. സർ, പണം അടച്ചിട്ടില്ല അവർ ഇതുവരെ. അടുത്ത നിമിഷം ആദിത്യൻ്റെ ശബ്ദം ഇടനാഴിയിൽ മുഴങ്ങി. നിനക്ക് സാമാന്യ ബോധമില്ലേ? അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ജ്വലിച്ചു. 10 പേരുടെ ജീവനാണ് ഇവിടെ പണയപ്പെട്ടിരിക്കുന്നത്. പണം പിന്നീട് വാങ്ങും. പക്ഷെ മരിച്ചുപോയ ജീവൻ നീ തിരികെ കൊടുക്കാൻ നിനക്ക് കഴിയുമോ? അവൻ ഉറച്ച ശബ്ദത്തിൽ അവരോടായി ചോദിച്ചു. ഉടൻ എല്ലാവരും ICUയിലേക്ക് മാറ്റൂ. മറ്റു ഡോക്ടർമാരെ വിളിക്കൂ. ഒരു നിമിഷം പോലും പാഴാക്കരുത്, നേഴ്സ് ഭയത്തോടെ പറഞ്ഞു. സർ, MD ഇതറിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം, ആദിത്യൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മുന്നിൽ രോഗികളുടെ ജീവൻ മാത്രമാണ് പ്രധാനം. 2 മണിക്കൂറോളം നീണ്ട സർജറിക്കൊടുവിൽ അവൻ പുറത്തേക്ക് വന്നു. മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു, പക്ഷെ കണ്ണുകളിൽ സംതൃപ്തിയുണ്ടായിരുന്നു. അപകടനില തരണം ചെയ്തിട്ടുണ്ട്, അവൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ്. അത് കേട്ടതും ബന്ധുക്കളുടെ കണ്ണുകൾ നിറഞ്ഞു. ദൈവമാണ് മോനെ നിങ്ങളെ ഞങ്ങളുടെ മുന്നിലേക്ക് അയച്ചത്. ഒരു വൃദ്ധൻ വിറയുന്ന കൈകളാൽ ആദിത്യനെ കൈപിടിച്ചു. പക്ഷെ ആ സമയം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം അപ്പോഴേക്കും ആശുപത്രിയുടെ MD അവിടേക്ക് എത്തിയിരുന്നു. മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അയാളുടെ ആദിത്യനെ നേരെ നോക്കി അയാൾ പല്ലു കടിച്ചു. നീ ഇവിടെ വെറും ഡോക്ടറാണ്, അല്ലാതെ എൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ട, കേട്ടോടാ. ആദിത്യനോടായി MD ആയ ദേവമേനോൻ പറഞ്ഞു. ഇവിടെ ആരും സൗജന്യമായി ചികിത്സിക്കുകയൊന്നുമില്ല. പാവപ്പെട്ടവരുടെ സർക്കാർ ആശുപത്രിയിലേക്ക് പോവുക. അവൻ തൻ്റെ കയ്യിലെ ഫോൺ എടുത്ത് അതിൽ നിന്നും 10 ലക്ഷം രൂപ MDയുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തു. ഫോണൊന്ന് ചെക്ക് ചെയ്തേക്ക് സർ. ആദിത്യൻ്റെ വാക്കുകൾ കേട്ടതും MD ആശ്ചര്യത്തോടെ അവനെ നോക്കി. അവരുടെ 2 പേരുടെ സംസാരം കേട്ട് വൃദ്ധൻ പറഞ്ഞു. സർ, ക്യാഷ് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ സംഘടിപ്പിച്ചു തരാം. ആദിത്യൻ അത് കേട്ട് ചിരിച്ചു. വേണ്ട അച്ഛാ, നിങ്ങൾക്കെപ്പോൾ വേണ്ടത് അവരെ പരിചരിക്കുക എന്ന കടമ മാത്രമാണ്. 3 ദിവസത്തിനുള്ളിൽ അവരെല്ലാം നോർമൽ ആയിക്കോളും. പിന്നീട് അവിടെയുള്ളവർക്കെല്ലാം നിർദ്ദേശം നൽകി അവൻ തൻ്റെ ക്യാബിലേക്ക് നടന്നു. അതേസമയം ആ വലിയ വീട്ടിൽ അനന്യ തനിച്ചായിരുന്നു. എത്ര നേരം കരഞ്ഞുവെന്ന് അവൾക്ക് തന്നെ അറിയില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ വീർന്നിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരുന്നു. അവസാനം വിശപ്പിൻ്റെ കാഠിന്യമാണ് അവളെ എഴുന്നേൽക്കാൻ നിർബന്ധിച്ചത്. മെല്ലെ കിടക്കയിൽ നിന്നും അവൾ എഴുന്നേറ്റു.
കുളിമുറിയിൽ കയറി മുഖം കഴുകി തണുത്ത വെള്ളം മുഖത്ത് വീണപ്പോൾ അല്പമെങ്കിലും ആശ്വാസം തോന്നി അവൾക്ക്. ശേഷം ബാഗിൽ നിന്ന് ഒരു പച്ച നിറത്തിലുള്ള ചുരിദാർ അവൾ എടുത്തു ധരിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ അവൾ തന്നെ അവൾക്ക് അപരിചിതയായി തോന്നി. ഒരിക്കൽ സന്തോഷത്തോടെ തിളങ്ങിയിരുന്ന മുഖം ഇപ്പോൾ വേദന മാത്രം നിറഞ്ഞു നിന്നു. ഒരു ദീർഘശ്വാസത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതിനുള്ളിൽ കുറച്ച് പഴങ്ങൾ, 2 വാട്ടർ ബോട്ടിലുകൾ, കുറച്ച് ബിയർ കുപ്പികൾ, ഒരു വൈൻ ബോട്ടിൽ, അത്രമാത്രം. ഒരു വീട്ടിലെ അടുക്കളയേക്കാൾ ഒരു ബാച്ചിലറുടെ മുറി പോലെയായിരുന്നു അത്. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അദ്ദേഹം കഴിച്ചിട്ടുണ്ടാകുമോ? അവൾ സ്വയം ചോദിച്ചു. എനിക്ക് പുറത്തു പോയി ഭക്ഷണം വാങ്ങാൻ പോലും അറിയില്ലല്ലോ. അല്പം നേരം നിശബ്ദതയായി നിന്ന ശേഷം ഒരു ആപ്പിളും കുറച്ച് മുന്തിരിയും എടുത്തു. സാരമില്ല, ഇത് കഴിച്ചാൽ മതി. ഹാളിലെ സോഫയിലിരുന്ന് അവൾ ആപ്പിൾ മുറിക്കാൻ തുടങ്ങി. വീട്ടിലാകെ നിശബ്ദത നിറഞ്ഞു നിന്നു. ആ നിശബ്ദത അവളുടെ ഏകാന്തതയെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പോഴാണ് വീട്ടുവാതിൽക്കൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അനന്യ ഞെട്ടി തലയുയർത്തി നോക്കി. കയ്യിൽ ഒരു ഭക്ഷണപ്പൊതിയുമായി ആദിത്യൻ അകത്തേക്ക് കയറി വന്നിരുന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. പക്ഷേ ആദിത്യൻ ഒന്നും പറഞ്ഞില്ല. മുഖത്ത് യാതൊരു ഭാവവുമില്ല. അവൻ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി അനന്യയുടെ മുന്നിൽ ടീപ്പോയിൽ വെച്ചു. ശേഷം എതിർവശത്തെ സോഫയിൽ ഇരുന്നു. അവർക്കിടയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു.